വാ മോനെ, നീ കഴിച്ചോ? ആ ഞങ്ങളുടെ ജോലിയൊക്കെ തീർന്നു. ഞങ്ങൾ കാലത്തെ ഇവിടെ എത്തി. എനിക്കറിയാം. ആ സമയത്ത് ഇവിടെ നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. ഞങ്ങളെയോ? നിങ്ങൾ ഞങ്ങളെ എപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചാലും അപ്പം ഞങ്ങളിവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലില്ലേ? ശരിക്കും നിങ്ങളെ രണ്ടുപേരെയും കാണാൻ പറ്റില്ലേ? എന്തിനാ ചിരിക്കുന്നത്? ആ ബ്രോക്കർ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മൊത്തം ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന് പറയുന്നു. അവനൊരു ഭ്രാന്തനാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നിരിക്കും. നിങ്ങൾ സത്യം പറ, ആ ബ്രോക്കർ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? നിങ്ങൾ പ്രേതങ്ങളാണോ അതോ മനുഷ്യരാണോ? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്റെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്താ വെള്ളം കുടിക്കാൻ പേടിയാണോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖം തന്നെ. നിങ്ങളെ ഞാൻ രാവിലെ തൊട്ട് കണ്ടില്ല. രാവിലെ മനുഷ്യന്മാരുടെ കളികൾ, രാത്രിയേ വരാറുള്ളൂ. ആ സമയത്ത് ഇവിടെ ആരും വരാറില്ല. എല്ലാവർക്കും പേടിയാ. ഓ, അതാണല്ലേ കാര്യം. ഞങ്ങള് വേറെന്തൊക്കെയാ ചിന്തിച്ച് പേടിച്ചിരിക്കുക. കാര്യം എന്താണെന്നറിയോ? ഇവിടെ വന്ന 2 രാത്രിയും ഞാൻ നിങ്ങളുടെ വീട്ടിലല്ലേ കിടന്നുറങ്ങിയത്. ഓ, അങ്ങനെയാണോ? പക്ഷെ കാലത്ത് എണീറ്റ് നോക്കുമ്പോ എന്റെ വീട്ടിൽ എങ്ങനെയാ എത്തിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമോ? അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലല്ലേ കിടന്നുറങ്ങിയത്, പക്ഷെ എണീറ്റ് നോക്കുമ്പോ എന്റെ വീട്ടിൽ കിടക്കുന്നു. എന്തൊരു ട്വിസ്റ്റാ അല്ലേ? ഓ, നിങ്ങൾ എല്ലാരും എത്തിയോ? ഞാൻ നിങ്ങളെയൊക്കെ എണീപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ആക്ച്വലി ഈ വീട്ടിൽ പ്രേതവും ഭൂതവും ഒന്നുമില്ല. വന്ദന, എടാ ആന്റണി, നിക്കി, അവരെ ഞാനിപ്പോ ഇവിടെ കണ്ടതാ. അവരുടെ പേര് വന്ദന എന്നാ. ഇത്രയും നേരം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കടാ. ദേ, ഇനി എന്നെ വിളിച്ചേക്കരുത്. വല്ലാത്ത ക്ഷീണം. ഒന്ന് ഉറങ്ങട്ടെ. അതെ, അവൻ എന്താടാ വട്ടാണോ അവന്? സിഗരറ്റ് കടാ. അവന്റെ കണ്ണിൽ കാണുന്നുണ്ട്, നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്നില്ല. ഇതെന്താ ബ്രഹ്മമാണോ? എടാ, ആർക്കാടാ ഭ്രമം? കണ്ണുകൊണ്ട് കണ്ട ആള് ദേ ഇവിടെ നിൽക്കല്ലേ. എടാ, എന്റെ തല വേദനിക്കുന്നടാ. ഇവൻ എന്താടാ ചെയ്യാ നമ്മള്? എടാ മച്ചു, ആ അബ്ദുള്ളയെ രാത്രിയിലേ കാണാൻ പറ്റുന്നുള്ളൂ, പകല് കാണാൻ പറ്റില്ലെന്ന് അജയ് പറഞ്ഞു. അല്ല, നമുക്കെന്താ ഇപ്പൊ പോയി അവനെ കണ്ടാല്? അത് കറക്റ്റാടാ. അവനെ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. വാടാ പോയി നോക്കാം. എടാ, രാവിലെ ഞാൻ ഇയാളെ കണ്ടത്. എടാ, എന്നെ മാത്രം ഒന്ന് വിട്ടേക്കടാ. വിഡ്ഢി, ഞാനാണോടാ പ്രേതം? എന്നെ എപ്പോഴാടാ നീ കണ്ടത്? രാവിലെ ആ വീട്ടിനകത്ത് വെച്ച്. കാലത്ത് 5 മണിക്ക് ഞാൻ സിറ്റിയിലോട്ട് പോകും. എന്നിട്ട് ഈ സമയത്ത് വന്നേ കുടിക്കാറുള്ളൂ. അങ്ങനെയുള്ള നീ എന്നെ എങ്ങനെ കാണാനാ? അതും ആ വീടിനകത്ത്. ഞാൻ മരിച്ചാ പോലും ആ വീട്ടിനകത്ത് കാലുകുത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ ആരാ? ആ മുത്തശ്ശിയും കൊച്ചുമോളും ഒക്കെ അല്ലേ? പ്രേതങ്ങളാ? നോക്കിയാ ഞങ്ങള് രാവിലെ തൊട്ട് അവിടെ തന്നെയാ ഉള്ളത്. എന്തിനാണ് ആവശ്യമില്ലാതെ ആ വീട്ടിനകത്ത് പോയത്? ആ ബ്രോക്കറാ ഞങ്ങൾക്ക് താക്കോല് വന്നത്. താൻ മരിച്ചിട്ട് 8 വർഷമായിന്നൊക്കെ. ആ ബ്രോക്കറാണോ നിങ്ങളടുത്ത് താക്കോല് തന്നത്? ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ദൈവസത്യമായിട്ട് അവരാണ് ആ താക്കോല് തന്നത്. എന്തിനെങ്ങനെ ചിരിക്കുന്നേ?
ഞാൻ മരിച്ചിട്ട് 8 കൊല്ലമൊന്നും ആയിട്ടില്ല. അവൻ മരിച്ചിട്ട് 8 കൊല്ലം 1 മാസവുമായി. നിനക്കറിയോ? ഞാനെന്താ ജീവനോടെ ഇല്ലേ? നോക്കിക്കേ, ദേ ഞാൻ കെട്ടിപ്പിടിക്കുന്ന നോക്കിക്കേ. ഡാർലിംഗ്, നിനക്കൊരു ഉമ്മ തരട്ടെ ഞാൻ? വേണ്ട 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 വേണ്ട. നിനക്ക് വല്ലതും വേണോടെ? വേണ്ട. അല്ല, നിങ്ങൾക്കൊന്നും വേറെ ജോലി ഇല്ലടേ. പിന്നല്ലാതെ ആ വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ? നിങ്ങളാ മുത്തശ്ശിയുടെയും കൊച്ചുമോളുടെയും കയ്യിലങ്ങ് പെട്ടാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും നിങ്ങളാരും ഇവിടുന്ന് തിരിച്ചു പോവില്ല. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോവാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഇവനാണ് അജയ് വീട്ടിനുള്ളിൽ പോവാൻ പറഞ്ഞത്. ഇപ്പൊ ഇവനെ ഇവിടെ നിന്ന് പോവാൻ പറയുന്നോ? ഞാനിവിടെ ഇരിക്കില്ലടാ. മിണ്ടാതിരിക്കടാ. എന്റെ കൂടെ വാ, ഞങ്ങളുണ്ടല്ലോ കൂടെ. നീ വാടാ. വേണ്ട, വേണ്ട. എടാ ഞാനിവിടെ ഇരിക്കില്ല. പോവുക, എന്നെ വിട്ടേക്ക്. നിങ്ങളാ മുത്തശ്ശിയുടെയും കൊച്ചുമോളുടെയും കയ്യിലങ്ങ് പെട്ടാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും നിങ്ങളാരും ഇവിടുന്ന് തിരിച്ചു പോവില്ല. അപ്പോഴേക്കും നേരം വെളുത്തോ? ഇതാരാ നമ്മളെ പൊതപ്പിച്ചത്? എല്ലാവരുടെ മേത്തും ഉണ്ടല്ലോ. അവര് വന്നിട്ട് പോയിട്ടുണ്ടാവും. അന്ന് എനിക്ക് ഇതുപോലെ സംഭവിച്ചത്. ഓ, രാവിലെ തന്നെ തുടങ്ങിയല്ലേ? ഡേ, ഇവിടെ കിടന്ന സഞ്ജയ് എവിടെയാ? അവനെ കാണുന്നില്ലല്ലോ. സഞ്ജു, സഞ്ജു. അവനിവിടെ ഇല്ല, വിട്ടേക്ക്. എന്താണ് നീ പറയുന്നത്? ലഗേജിലടാ, പേടിച്ച് ഓടിപ്പോയടാ അവൻ. അതേതായാലും നന്നായി പോട്ടെ. ഹം വല്ലാതെ പേടിച്ചിരുന്നു. രാത്രി പറഞ്ഞോണ്ടിരിക്കായിരുന്നു അവൻ ഇവിടെ നിന്ന് പോകുമെന്ന്. ഇവനിത് എവിടെ പോയി കിടക്കണാവോ? എന്നെ എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തേനെ. അവൻ എങ്ങോട്ടാണോ പോയത്? ഇഡിയറ്റ്. എങ്ങനെയെങ്കിലും സേഫായി എത്തിയാ മതിയായിരുന്നു. സേഫായിട്ടായിരിക്കും പോയത്. അവൻ എങ്ങനെയെങ്കിലും ആരടുത്തെങ്കിലും ഒക്കെ അന്വേഷിച്ച് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു പോയിട്ടുണ്ടാവും. അത്ര പെട്ടെന്ന് ആരും കിട്ടിയിട്ടുണ്ടാവില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെല്ലാവരും ഉറങ്ങി വലിയ തെറ്റാ ചെയ്യുന്നത്. സഞ്ജുയുടെ നമ്പർ ഇപ്പൊ നോട്ട് റീച്ചബിൾ ആണ്. ഏയ്, റിലാക്സ് ആൻഡി. നമുക്ക് കുറച്ചു നേരം ക്ഷമിക്കാം. അവൻ എന്തായാലും ഇങ്ങോട്ട് വിളിക്കും. വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് ആലോചിക്കാം. എല്ലാവരും എന്തു പറയുന്നു? ഓക്കെ. ഓ, എല്ലാവർക്കും ഇന്നലെ തൊട്ടേ തുടങ്ങിയ ടെൻഷനാ. ഞാനിങ്ങോട്ട് വന്നപ്പോ സൂപ്പറായിട്ടൊരു സ്ഥലം കണ്ടു. അവിടെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും കുളിക്കാവോ? വൈ നോട്ട്? പുറകില് വെള്ളമുണ്ട്. സൂപ്പറായിട്ട് കുളിക്കാം. വാ.